വരരുത്. തിയേറ്ററിലോട്ട് പരിസരത്തോട്ടും വരരുത്. കുറച്ച് ഡിഫറെന്റ് ആണ്, പക്ഷെ എന്നാലും കുറച്ച് വിയേർഡാണ്. പ്രണവ് മൂലയിലൊക്കെ എന്തോ അഭിനയിച്ചു വെച്ചേക്കുന്നത്. ചിലതിനൊക്കെ ഞാൻ ചെയ്ത് കുത്തി. നല്ല രീതിയിൽ കുറെ നാൾക്ക് ശേഷം ഒന്ന് പേടിച്ച് ഒരു ഷോക്കുണ്ട് പണം കണ്ടു കഴിയുമ്പോൾ. ഹേ സിനിഫൈൽസ്, വെൽക്കം ബാക്ക്. മലയാളത്തിന്റെ ഹൊറർ സിനിമകളുടെയും എക്സ്പെരിമെന്റൽ സിനിമകളുടെയും ബെഞ്ച് മാർക്ക് ഒരൊറ്റ ഡയറക്ടറുടെ പേരിലാണ്. ഫ്രം ദ ഡയറക്ടർ ഓഫ് ഭൂതകാലം ആൻഡ് ഭ്രമയുഗം. യെസ്, പ്രണവ് മോഹൻലാലിനെ നായകനാക്കി രാഹുൽ സദാശിവൻ വീണ്ടും ഒരു ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് എത്തുന്നു, DS ഇറൈ. അപ്പോൾ ഹാലവീൻ റിലീസായിട്ടെന്ന DS ഇറയുടെ നൈറ്റ് സ്പെഷ്യൽ പ്രീമിയർ കണ്ടിറങ്ങി ഓടിച്ചോട് എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ എന്ന് ചോദിച്ചു നോക്കാം. യെസ്, അപ്പോൾ DS ഇറൈ കണ്ടിറങ്ങി ഓടിച്ച് നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമന്റ് ചെയ്തേക്കുക. നേരെ റിവ്യൂലേക്ക്. പടം രാത്രി 9 മണിക്ക് ഷോ വെച്ച് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പടം. വേറൊന്നുമല്ല, മനസ്സിന് കട്ടിയുള്ള 10 വയസ്സിന് മേളിലോട്ടുള്ളവരും ഒന്നും വരരുത്, മനസ്സിന് കട്ടിയുള്ളവർ വരരുത്. ലാലേട്ടൻ പ്രണവ് മോഹൻലാൽ എന്നുള്ളത് ഇനി പ്രണവ് എന്ന് മാത്രം അറിയപ്പെടും. ശരിക്കും പേടിക്കും. പേടിയുള്ളവർ വരരുത്. തിയേറ്ററിലോട്ട് പരിസരത്തോട്ടും വരരുത്. 9 മണിക്ക് റിലീസിംഗ് ഷോ, ഫസ്റ്റ് ഷോ വെച്ച് മോഹൻലാൽ എന്നല്ല ഇനി പ്രണവ് മോഹൻലാൽക്ക് ജയ്. ലിറ്ററലി ചിൽസ്. കാരണം ഒരു A24 പടം ഉണ്ടല്ലോ, A24 പടം ഒരു ഹൊറർ പടം, അതേപോലത്തെ ഒരു പടമാണ് ഇത്. വേറെ ഒന്നും ഫസ്റ്റ് ഹാഫ് ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യേണ്ട, അത് അറ്റ്മോസ്ഫിയർ തന്നെ കാണേണ്ട പടമാണ്. വേറെ എന്തോ പറയുന്നത്, പ്രണവ് മൂലയിലൊക്കെ എന്തോ അഭിനയിച്ചു വെച്ചേക്കുന്നത്. കരിയർ ബെസ്റ്റ്. രാഹുൽ സദാശിവന്റെ ആണെങ്കിലും ഇപ്പം ഭൂതകാലം എല്ലാം എടുത്തു നോക്കുകയാണെങ്കിലും എനിക്ക് പേഴ്സണലി സെക്കൻഡ് ഫേവറേറ്റ് ആയിട്ട് മൂവി DS ഇറയാണ്. ഫസ്റ്റ് പ്രമേയം ഇത് പറയാതില്ല, തിയേറ്ററിൽ തന്നെ കാണണം. OTT കണ്ടിട്ടൊന്നും കാര്യമില്ല, തിയേറ്ററിൽ പോയി കാണാം. ഭൂതകാലത്തിന് ശേഷം വീണ്ടും ടിപ്പിക്കൽ രാഹുൽ സദാശിവൻ സംഭവം. ശരിക്കും പേടിച്ചു ചില സീനൊക്കെ. ഒരു ടിപ്പിക്കൽ ഹൊറർ പടം തന്നെ. അങ്ങനെ ഹൊറർ പടം, ഹൊററുമാണ്, പിന്നെ ഹൊറർ എലമെന്റ്സ് ഉണ്ട്. പിന്നെ നമ്മള് ചില സീനൊക്കെ ശരിക്കും ഞെട്ടും. ശരിക്കും സീറ്റിൽ നിന്ന് എണീറ്റ് ഞെട്ടാനുള്ള പരിപാടിയൊക്കെ ചിലതിനൊക്കെ ഞാൻ ചെയ്ത് കുത്തി. അങ്ങനത്തെ പരിപാടിയാണ്. പിന്നെ പ്രണവ് മോഹൻലാൽ എന്ന് വെച്ചാൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആക്ടറിനെ പോലെ എന്ന് വെച്ചാൽ ഹൃദയത്തിന് ശേഷം വീണ്ടും കിടില ഒരു പെർഫോമൻസ് പ്രണവ് മോഹൻലാൽ പക്ക. ആ ഒരു രാഹുൽ സദാശിവൻ ഡയറക്ടർ ഒരു ഹൈപ്പും അത് നൈറ്റ് ഷോ കൂടി കണ്ടപ്പോൾ ഒരു ഫീല് നന്നായിട്ടുണ്ട്. നല്ല പടം. ഭയങ്കര ഒരു ബെഞ്ച് മാർക്ക് എന്നൊക്കെ പറയണ്ടോ ഹൊറർ. നമ്മള് ബെഞ്ച് മാർക്ക് അല്ല, ഇതൊരു വെറൈറ്റി പടം. കൊള്ളാം. സൂപ്പറായിട്ട് പേടിച്ചു. ശരിക്കും ഞെട്ടി. ഇത്രയും പ്രതീക്ഷയില്ല. നല്ലോണം പേടിച്ചു. സ്റ്റോറി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഓക്കെ, ആ ഒരു സ്റ്റോറി സെക്കൻഡ് പാർട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മുന്നത്തെ പടങ്ങളെ കണ്ട എക്സ്പെക്ടേഷൻ ഹൈ എക്സ്പെക്ടേഷൻ ആയിരുന്നു. രാഹുൽ സദാശിവന്റെ പടമില്ലേ, ഇപ്പം ഞാൻ അത് പ്രതീക്ഷയാണ് വന്നത്. അതിനൊത്ത് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പടമായിരുന്നു, ഒന്നും പറയില്ല. പിന്നെ മേക്കിംഗ് ക്വാളിറ്റി ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല രീതിയിൽ കുറെ നാൾക്ക് ശേഷം ഒന്ന് പേടിച്ച്. ശരിക്കും പേടിപ്പിക്കാൻ പറഞ്ഞ പോലെ തന്നെ സീറ്റ് അടിച്ച പരിപാടിയൊക്കെയാണ്. എന്റെ അഭിപ്രായം പറയുന്നത്, എനിക്ക് പടം നല്ല രീതിയിൽ വർക്കായി. അടിപൊളി പടമായിരുന്നു. ഫസ്റ്റ് തിയേറ്റർ വാച്ച് പടമാണ്. ഓക്കെ, സ്പോയിലർ ഒന്നും പറയാതെ ഒരു ഇത് പറയുകയാണെങ്കിൽ സ്പെഷ്യലായിട്ട് എന്താ തോന്നി? സ്പെഷ്യലായിട്ട് എന്ത് തോന്നിയെന്ന് വെച്ചാൽ അതിൽ സ്റ്റോറി തന്നെ, ആ ഒരു പിന്നെ ടൈറ്റിൽ തന്നെ ഒരു നമ്മൾ ഇതുവരെയായിട്ട് കേൾക്കാത്തൊരു സാധനമില്ലേ, ഒരു ലാറ്റിൻ വേർഡാണ് അത്. പടം വേറെ ലെവലാണ്. സ്റ്റോറിന് സർപ്രൈസ് വെച്ചിട്ടുണ്ട്, ഒത്തിരി സർപ്രൈസ് ഉണ്ട്. നല്ലൊരു പടമാണ്. ഞെട്ടി വിറയ്ക്കോ? പക്ക സാധനം, പക്ക തിയേറ്റർ എക്സ്പീരിയൻസ്, കിട്ടില്ല സാധനം, ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ നമ്മൾ രാത്രി വന്നിരുന്ന് നമ്മൾ ഉറങ്ങത്തില്ല, നമ്മളതിനെ പിടിച്ചിരുത്തിട്ട് ചില സീൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ന് ഉറങ്ങത്തില്ലെന്നാണോ? ഇന്നും ഉറങ്ങത്തില്ല ചിലപ്പോ. ഒറ്റയ്ക്കൊക്കെ ബൈക്ക് ഓടിച്ച് പോകണ്ടേല്ലേ. കിട്ടില്ല സാധനം, പക്കയായിട്ട് പ്രണവിനെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കിട്ടില്ല, മൊത്തത്തിൽ പടം അടിപൊളി, ഒരു രക്ഷയില്ല. എന്നാലും എല്ലാരും ഒരു ലോല ഹൃദയർക്കൊക്കെ ഇങ്ങനെ ഞെട്ടി വിറയ്ക്കുന്ന ടൈപ്പ് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കുന്നത്. ചില സീനൊക്കെ ഭയങ്കര ഇമ്പാക്ട്. അതായത് നമ്മളിങ്ങനെ ഞാൻ ഞെട്ടിപ്പോയി. ചില സീനൊക്കെ ഭയങ്കര ഇമ്പാക്ട്, പിന്നെ ചിലതൊക്കെ ഭയങ്കര നോർമൽ. പക്ഷെ പടം ഒരു രക്ഷയില്ല, അടിപൊളി പടം. അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് വേണ്ടത്, നമ്മൾ ആഗ്രഹിച്ചെന്ത് ചെല്ലുന്ന അത് കിടിലമായിട്ട് നമുക്ക് കിട്ടും. ഒരു ഹൊറർ സ്റ്റോറി ടെംപ്ലേറ്റ് തന്നെയാണോ അതോ? അതിനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ പ്രണവിനെ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതിയാണ്. അതായത് ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള അത് കാണിച്ചേക്കുന്നതൊക്കെ ഉള്ള ഒരു സംഭവമൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കഥയിലോട്ട് വരുമ്പം എന്താണ്, ഫുൾ സർപ്രൈസ് ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ് സ്റ്റോറി. എല്ലാം അൺപ്രഡിക്റ്റബിൾ ആണ്. മൊത്തത്തിൽ ഒരു രക്ഷയില്ല, അടിപൊളി സാധനം. മസ്റ്റ് വാച്ച് ആണ്, മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ്. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ പേടിക്കാനുണ്ടായി, പക്ഷേ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിന്റെ അത്ര ആയില്ല. സെക്കൻഡ് ഹാഫ് കുറച്ച് ലോ ആയിട്ടാണ് തോന്നിയത്. എന്താണ് ഒരു ഭൂതകാലമൊക്കെ കണ്ട ഹൈപ്പിൽ വന്നോണ്ടാണ് പടം പേടിക്കാനുണ്ട്, ഇല്ലാന്ന് പറയാനില്ല. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഒന്ന് കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു. ഒരു എക്സ്പെക്ട് ചെയ്തൊരു ഇത് കിട്ടിയില്ല. ജംസ്കെയർ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായി, ജംസ്കെയർ മൊമെന്റ് ഒക്കെ ഉണ്ടായി. പക്ഷെ
പേടിക്കാനുണ്ട്, പക്ഷെ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിന്റെ അത്ര എത്തിയില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഓക്കെ, സ്ഥിരം സ്റ്റോറി ടെംപ്ലേറ്റ് ഒക്കെ പറയുകയാണെങ്കിൽ സ്ഥിരം ഒരു ഹൊറർ സ്റ്റോറി ലൈൻ കുറച്ച് ഡിഫറെന്റ് ആണ്, പക്ഷെ എന്നാലും കുറച്ച് വിയർഡാണ്. ആ ഒരു ഇതുണ്ട്. ഓക്കെ, ടെൻഷൻ ബിൽഡിങ്ങും പരിപാടിയൊക്കെ, ടെൻഷൻ ബിൽഡിംഗ് ആവശ്യത്തിലധികം ഉണ്ട്. മൊത്തത്തിലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് വാച്ച്. തിയേറ്റർ വന്ന് കണ്ട പേടിക്കാനുണ്ട്, അതേ ഉള്ളൂ. ഒരു ഹൊറർ മൂവി എന്ന് പറഞ്ഞാൽ ഡിസപ്പോയിന്റഡ് ആയിട്ട് പോകേണ്ടി വരത്തില്ല. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു. ഓക്കെ ബ്രോ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മ്യൂസിക് അടിപൊളിയായിരുന്നു, പടം ഓവറോൾ കുഴപ്പമില്ലായിരുന്നു. എന്താണ് ഒരു ജംസ്കെയർ മൊമെന്റ്സ് അങ്ങനെ പരിപാടി കിട്ടിയില്ല? കുറച്ച് തുടക്കം ഒരെണ്ണേ ഉള്ളൂ, പക്ഷെ വലുതായിട്ട് ഒന്നും തോന്നിയില്ല. കുഴപ്പമില്ല. നോർമലി പുള്ളിയുടെ പടങ്ങളൊക്കെ ഒരു എന്താണ് ഒരു ട്രോമാറ്റിക് അതൊക്കെയാണല്ലോ തരുന്നത്, അങ്ങനത്തെ ഫീലാണ്. അങ്ങനെ അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു, നല്ല ആവറേജ്, കുഴപ്പമില്ല. ഓക്കെ, ഹൊറർ പടമാണ്. പേടിക്കാനുണ്ട്, നല്ലപോലെ പേടിക്കാനുണ്ട്. കണ്ണ് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കുന്ന വിധം പേടിക്കും, അത്ര പരിപാടിയാണ്. നമുക്ക് പേടിക്കാനുള്ളതുണ്ട്, ഞെട്ടാനുള്ളതുണ്ട്. നല്ല കിടിലം പടം, നല്ലപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. കാണേണ്ട പടം തന്നെ. നിങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യാതെ വന്ന് കാണുന്നതായിരിക്കും ബെറ്റർ, അതായിരിക്കും നല്ലത്. രാത്രി കണ്ട എഫക്റ്റ് എങ്ങനെയുണ്ട്? രാത്രി ഇനി ഉറക്കം പോകുന്ന തരം എക്സ്പീരിയൻസ് ആയിരുന്നു? ഒരു ഷോക്കുണ്ട് ഈ പടം കണ്ടു കഴിയുമ്പോൾ. പേടിക്കാനുള്ള ഒരു സംഭവം ഉണ്ട് ഇതിൽ. എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം നല്ല പോലെയാണ്. ഓൾ മ്യൂസിക് ആയാലും ഡയറക്ഷൻ ആയാലും എല്ലാം, പടത്തിൻ്റെ എല്ലാം തന്നെ 10/10 കൊടുക്കുക, ബെറ്ററാണ്. ബ്രോ, ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കും, പെട്ടെന്ന് തന്നെ ഇൻ്റർവെലായി. പടം എന്താ അത്ര പെട്ടെന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ അത്ര എൻഗേജ്ഡ് ആയിരുന്നു ഞാൻ. പടം പെട്ടെന്ന് തീർന്നു പോയി സംഭവം. ഈ കുറച്ച് ഡ്യൂറേഷനുള്ള പടം ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ചു പോയി. ഞെട്ടാനുള്ള പരിപാടിയൊക്കെ എങ്ങനെയുണ്ട്? ഞെട്ടി ഉറക്കാൻ? പിന്നെ ഇത് സ്ഥിരം ടെംപ്ലേറ്റ് പ്രേതപ്പടമല്ല. നമ്മൾ വിചാരിക്കാത്ത, അല്ലെങ്കിൽ മുമ്പത്തെ ജംസ്കെയർ എല്ലാം ഉണ്ട്, എന്നാലും നോർമലി പ്രേതപ്പടം പോകുന്നതൊക്കെ പോകുന്നത്. മസ്റ്റ് വാച്ചാണ്. വെറൈറ്റി സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഇതിനകത്ത്. അടിപൊളിയാണ്, സൂപ്പർ ആണ്. മ്യൂസിക് ഉണ്ടല്ലോ, പക്കാ സാധനം. മ്യൂസിക് മതി പേടിക്കാൻ, അടിപൊളി സാധനം. ശരിക്കും ഒരു പറഞ്ഞ പോലെ തന്നെ ഒരു ഞെട്ടിപ്പിക്കുന്ന പേടിപ്പിക്കുന്ന പരിപാടി. കുഴപ്പമില്ല, അത്യാവശ്യം ഇന്റർവെല്ലൊക്കെ അടിപൊളി സാധനം തന്നെ. ക്ലൈമാക്സും അത്യാവശ്യം പൊളി തന്നെ. എടുത്തു പറയാനായിട്ട് മ്യൂസിക് എനിക്ക് ഇഷ്ടപ്പെട്ടത്. മ്യൂസിക് സെറ്റ് മസ്റ്റ് തിയേറ്റർ വാച്ച്. പുള്ളിയുടെ ആ ഒരു എക്സ്പെക്ടേഷൻ ഭൂതകാലത്തിന്റെ ഒരു ബെഞ്ച് മാർക്കായിരുന്നു വെച്ചിരുന്നത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ഫസ്റ്റ് ഹാഫ് കൊണ്ട് നിർത്തിയേക്കുന്നത് തന്നെ ഭയങ്കര രീതിയിലാണ്. പിന്നെ അതുപോലെ എല്ലാവരുടെ അഭിനയം അടിപൊളി പടം. അപ്പൊ ഒരു സീറ്റഡ് പരിപാടിയാണോ? അതെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് അതിഭീകരം. ഇത്രയും പ്രതീക്ഷയില്ല? ഇല്ല പ്രതീക്ഷ രാഹുൽ സദാശിവനിൽ ഉണ്ടായിരുന്നു, അതൊട്ടും കളഞ്ഞിട്ടില്ല. നമ്മളൊരു ഹൊറർ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എക്സ്പെക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അപ്പൊ അത് പ്രതീക്ഷിക്കും പേടിക്കാൻ കുറച്ച് പാടാണ്. അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ക്രിസ്റ്റോ സേവിയറിന്റെ വക BGM പക്കയാണ്. പണം കൊണ്ടുപോകുന്നത് പുള്ളിക്കാരനില്ല. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ ഹൈപ്പൊക്കെ വെച്ച് പടത്തിനുണ്ടായിരുന്ന ഒരു ഹൈപ്പിന്റെ അത്ര ഉണ്ടോ? ഉണ്ട്. ശരിക്കും ഞെട്ടി. അങ്ങനെയാണോ? മലയാളത്തിൽ ഇതുവരെ വന്നിട്ടുള്ള പ്രേതപ്പടങ്ങളിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനല്ല, ഇപ്പൊ 3 പടമായില്ലേ, ഇപ്പൊ 3 ഓരോ മോഡലാണ്. പുള്ളിയുടെ തന്നെ ഭൂതകാലത്തിന്റെ ആ ഒരു വൈബൊക്കെ കിട്ടി. ഭൂതകാലം വേറെ, അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യണ്ട, പക്ഷെ ഒരു ലിങ്ക് ഉണ്ട് ഭൂതകാലം. സ്റ്റോറിയും ഇതൊക്കെ എങ്ങനെയുണ്ട്? ഒരു ജംസ്കെയർ മൊമെന്റ്സും പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ടോ? സർപ്രൈസ് ഉണ്ട്, ചെറിയ കാണുന്നതായിരിക്കും. ശരിക്കും മസ്റ്റ് തിയേറ്റർ വാച്ച്.